മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുക കൂട്ടുപ്രാർത്ഥന നിസ്കാര ശേഷം. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പറ്റുമല്ലോ എന്നുള്ള വിഷയം പറഞ്ഞു നേരത്തെ. നിസ്കാര ശേഷം നമ്മള് ദ്വാരിക്കാണ്, ഇമാമ് ദ്വാരിക്കുകയാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ റബ്ബന, ഇക്കൂടിയ ഞങ്ങളൊക്കെ റബ്ബേ ആത്തി തന്നേ പറ്റൂ, ഇക്കൂടിയ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫിദ്ദുന്യ ഇവിടെ ഹസനത്തൻ, റബ്ബിന്റെ ആളാകാൻ എന്തൊക്കെ വേണോ അതൊക്കെ, വഫിൽ ആഖിറതി അവിടെ ചെല്ലുമ്പോ ഹസനത്തൻ റബ്ബിന്റെ ആളാകാൻ എന്തൊക്കെ വേണോ അതൊക്കെ തരണം, വഖി കാത്തേ പറ്റൂ ഇക്കൂടിയ ഞങ്ങളെയൊക്കെ അദാബന്നാർ നരകത്തിയെ തൊട്ട് എന്ന് ഇമാമ് പറയുമ്പോ മൗമൂമ് ആമീൻ ആ ചോദിച്ചത് എനിക്കും കൊണ്ടാ എന്ന് പറഞ്ഞാൽ നരകത്ത് പോകുന്ന ഒരു കൂട്ടര് പറയണത്. എന്താ അള്ളാഹ് എന്താ വേറെ പണിയൊന്നും എന്താകുമ്പോ ഏത് ദുആയാണ് സ്വീകരിക്കാന്ന് ചോദിച്ചപ്പോ നിസ്കാര ശേഷം എന്ന് നബി തങ്ങൾ പറഞ്ഞു. 3 സന്ദർഭം പറഞ്ഞു. ഒന്ന് നിസ്കാര ശേഷം എന്ന് പറഞ്ഞു. ഒരാള് ദ്വാരന്ന് ബാക്കിയുള്ള ആളുകൾ ആമീൻ പറഞ്ഞാൽ അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി. നിസ്കാരത്തിൽ തന്നെ നമ്മള് കൂട്ടുപ്രാർത്ഥന നടത്തുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ആമീൻ എന്ന് പറയുന്നു. നിസ്കാരം കഴിഞ്ഞ പറ്റൂല പറഞ്ഞാല് വെറുതെ പറയാന്നല്ലാതെ അതിലൊത്തൊരു കഥയില്ല. അങ്ങനെയാണ്.